ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പേ പറയാനുള്ളത്, ഇതൊരു ഓൺഗോയിങ് സീരീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ എപ്പിസോഡ്സ് ഇടാൻ പറ്റത്തില്ല. 6th എപ്പിസോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഇടാത്തതിന് കാരണം മനഃപൂർവ്വം ഇടാത്തതല്ല, റിലീസായത് ഇന്നാണ്. അതുകൊണ്ടാണ് അത് ചേർക്ക് അറിയത്തില്ല എന്ന് തോന്നി. കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ എപ്പിസോഡ് ഇടാത്തത്, വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. മനഃപൂർവ്വം ഇടാത്തതല്ല, എപ്പിസോഡ് റിലീസ് ആവാത്തത് കൊണ്ടാണ്. വീക്ക്ലി 2 എപ്പിസോഡേ ഉള്ളൂ. മൺഡേയും ട്യൂസ്ഡേ ആണ് റിലീസാവുന്നത്. റിലീസാവുന്ന അനുസരിച്ച് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. അല്ലാത്ത ദിവസം ഇത് കണ്ടില്ലെങ്കിൽ ഉറപ്പിച്ചോ എപ്പിസോഡ് റിലീസാവാത്തതാണ്, മനഃപൂർവ്വം ഇടാതിരിക്കുന്നതല്ല. സോ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചെങ്ങാണെങ്കിൽ ശീശു അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതാണ് നൈറ്റ് ടൈം. ആ സമയം ശീശു അങ്ങ് പറയുന്നുണ്ട്, നീ അങ്ങനെ എന്നെ കൊണ്ടുവിടാൻ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. ചെങ്ങപ്പോൾ അത് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിൻ്റെ വീടൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ ശീശു അങ്ങ് അതിനിവിടെ കാണാനായിട്ട് എന്താ ഉള്ളതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ കുറേ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശീശു അങ്ങ് ചോദിക്കുന്നുണ്ട്, നിന്നെപ്പോയൊരു പയ്യൻ ഈ ലോകത്ത് കാണാത്തതായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് കുറേ ഉണ്ടെന്ന് പറയാണ്. ആ ഒരു ടൈമിലാണ് അവനെ യൂയി കോൾ ചെയ്യുന്നത്. അവളുടെ കോൾ കാണുന്നതും നമ്മുടെ ചെങ്ങാണെങ്കിൽ ശീശുവിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനായിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശീശുവങ് എപ്പോഴത്തേയും പോലെ തന്നെ ഇഷ്ടപ്പെടാതെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ അവളാണെങ്കിൽ, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നു, നീയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന് കൂട്ടിരിക്കോ, എൻ്റെ കൂടെ സ്റ്റേ ചെയ്യോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി എടുക്കാതെ അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോളിൽ സംസാരിക്കുന്നത് ശീശുവിന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശീശു അങ്ങ് അവളെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട, നീ പൊക്കോളാനായിട്ട് പറയാണ്. ചെങ്ങാസമയം ശീശു അങ്ങനെ പുറകിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പോകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന്. ആ സമയം ശീശു അങ്ങ്, അതിന് എനിക്കെന്താ കുഴപ്പം, നിനക്ക് വേണമെങ്കിൽ നീ പോയിട്ട് വേണം എനിക്കൊന്ന് വീട്ടിൽ കയറിയിട്ട് കുളിക്കാനെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ചെങ്ങ് ശീശു അങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കുളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ശീശു അങ്ങ് അയ്യേ പോയേ എന്ന് പറഞ്ഞിട്ട് ചെങ്ങിനെ പറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ പോകുന്നില്ല. ആ സമയം ശീശു അങ്ങ്, നീയാണെങ്കിൽ ഇതിൻ്റെ അച്ഛൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നിൻ്റെ പാമ്പുകളെ ഒന്നും നിനക്ക് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു കാര്യം ശീശു അങ്ങ് എങ്ങനെ അറിഞ്ഞു എന്ന് ചെങ്ങിപ്പോൾ ചോദിക്കുമ്പോൾ, അത് പിന്നെ നിൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞു തന്നെയാണ്, നിൻ്റെ അച്ഛനാണെങ്കിൽ നിന്നെ പോലെ ആയിരിക്കത്തില്ല, നോയിക്കൊണ്ട് നിൽക്കത്തില്ല, നിൻ്റെ പാമ്പുകളെ ചിലപ്പോൾ ഒരിക്കൽ പോലും തിരിച്ചു തരത്തില്ല. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ പറയുന്ന കേക്ക്, നീയാണെങ്കിൽ യുവിൻ്റെ അടുത്തേക്ക് ചെന്നോ, വെറുതെ യുയി നിൻ്റെ പാരൻസിനെ ഓരോന്ന് അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. വന്നതുകൊണ്ട് തന്നെ ശീശു അങ്ങനെ അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും അവനാണെങ്കിൽ അതും ആലോചിച്ചുകൊണ്ട് അവിടെ ഒരു കസേര ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കാനായിട്ട് തുടങ്ങാണ്. ചെങ്ങിൻ്റെതെന്തോ തന്നെയാണ് അവൻ ഈ ഒരു ശീലവും കിട്ടിയത്. അതേ ടൈമിന് ചെങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല. ചെങ്ങ് തിരിച്ചു വന്നിട്ട് ശീശു അങ്ങ് എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോഴത്തേക്കും ശീശു അങ്ങ് എന്തൊക്കെയോ ആലോചിച്ചിരുന്നിട്ട് സ്മോക്ക് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ചെങ്ങ് പോയോന്ന് അറിയാനായിട്ട് അവനാണെങ്കിൽ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ട്, അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയോന്ന്. അതും എല്ലാം തന്നെ നമ്മുടെ ചെങ്ങ് നോക്കിക്കൊണ്ട് നിന്നിട്ട് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ശീശു അങ്ങ് അവൻ്റെ റൂമിലേക്ക് വരികയാണ്. ആ ടൈമിന് അവിടെ അവന് വേണ്ടിയിട്ട് ഒരു പാഴ്സൽ ഇരിപ്പുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ പാക്കറ്റ് സിഗരറ്റ് ആയിരുന്നു. ചെങ്ങാണെങ്കിൽ ഇവൻ വലിക്കുന്ന സിഗരറ്റ് ഏതാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ സിഗരറ്റ് ഇവന് വേണ്ടിയിട്ട് എപ്പോഴോ പാഴ്സലാക്കി അന്നത്തെ ദിവസം അയച്ചതായിരുന്നു. അത്രയും പാക്കറ്റ് സിഗരറ്റ് കാണുമ്പോഴത്തേക്കും ശീശു അങ്ങും ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്, ഇത്രയോ എന്നൊരു രീതിയിൽ. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ചെങ്ങാണെങ്കിൽ യുവിനെയും കൊണ്ട് അവൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാനായി കൊണ്ടുപോകുന്നതാണ്. ഇത്തവണ അവൻ്റെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ചേച്ചിയുടെ പേര് ജിയ എന്നാണ്. അങ്ങനെ ജിയേനെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇവരൊരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് യുയി ആണെങ്കിൽ വീണ്ടും ചെങ്ങിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റും കൊണ്ടായിരുന്നു വന്നത്. അങ്ങനെ അത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു മോളേന്ന്. ആ സമയം അവളാണെങ്കിൽ, അത് പിന്നെ ഇന്നലെ എൻ്റെ സാലറി കിട്ടി, അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങാതെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോപ്പിടുന്നുണ്ട്. ആ സമയം അവർ പറയുന്നുണ്ട്, നീ ഇങ്ങനെ നിൻ്റെ സാലറി ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ നിനക്ക് ഫുഡും സംഭവമൊക്കെ വാങ്ങണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ ഞാനങ്ങനെ അത്ര പൈസ ചിലവാക്കാറില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇവളുടെ ഒരു അഭിനയമൊന്നും നമ്മുടെ ചെങ്ങിൻ്റെ ചേച്ചിയുടെ അടുത്ത് മുതലാവുന്നില്ല. അവർക്കാണെങ്കിൽ ഇവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ യുയി ആണെങ്കിൽ വാഷ്റൂമിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നിന്നിട്ട് അവളിങ്ങനെ സ്വയം പറയുന്നുണ്ട്, ചെങ്ങിൻ്റെ ചേച്ചീനെ ഇഷ്ടപ്പെടുത്താനായിട്ട് ഇത്രയും കഷ്ടപ്പാടായിരിക്കും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, കാര്യങ്ങളൊക്കെ എങ്ങനെ ഒന്ന് നേരെയാക്കും എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഏതൊരു അൺനോൺ നമ്പറിൽ നിന്ന് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരിക്കലും ചെങ്ങിനെ കൊണ്ട് നിന്നെ പോലെ ഒരുത്തീനെ കല്യാണം കഴിപ്പിക്കത്തില്ല എന്നായിരുന്നു. അപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട്, ആരാ എനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. ആ സമയം വീണ്ടും 1-2 മെസ്സേജ് കൊണ്ട് വരുന്നുണ്ട്, നീ നിന്നെ തന്നെ സ്വയം നോക്ക്, അവൻ്റെ അമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഈ ഒരു മെസ്സേജ് ചോദിക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് ആരാണ് അയച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും അവർ പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഒരിക്കലും ഇല്ല, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അവളാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് വീണ്ടും ചെല്ലുന്നുണ്ട്. ആ ഒരു ടൈമിന് അവൾ നേരെ കയറി ചെല്ലുന്നില്ല. പകരം ചെങ്ങിൻ്റെ ചേച്ചി പാരൻസിൻ്റെ അടുത്ത് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനായിട്ട് അവിടെ ചെന്ന് കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. ചെങ്ങിൻ്റെ ചേച്ചി ഇതേ സമയം പറയുന്നുണ്ട് പാരൻസിൻ്റെ അടുത്ത്, നിങ്ങളാണെങ്കിൽ യുവിനെ പോലെ ഒരു പെങ്കൊച്ചിനെയാണോ ചെങ്ങിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്നത്, വേറെ ആരെയും കിട്ടിയില്ലേ, നിങ്ങൾ പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ അവന് മാച്ചാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവളുടെ അമ്മയച്ഛനും പറയുന്നുണ്ട്, യുവി ആണെങ്കിൽ നല്ല സത്യസന്ധതയായിട്ടുള്ള ഒരു നല്ല പെങ്കൊച്ചാണെന്ന്. എന്നാൽ ചെങ്ങിൻ്റെ ചേച്ചി, അവളോ
സത്യസന്ധമായിട്ടുള്ള പെങ്കൊച്ചോ, അവളൊരു പേരും കള്ളിയാണെന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ യൂയിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചെങ്ങല ചേച്ചി കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ടൈമിലാണ് അതുവഴി ഒരു വെയിറ്റർ നടന്നു പോയത്. നമ്മുടെ യൂയി അവിടെ നിൽക്കുന്നുണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ മാഡം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ചെങ്ങിൻ്റെ പാരൻസിനും ചേച്ചിക്കും മനസ്സിലാവുന്നുണ്ട് യൂയി ആണെങ്കിൽ അവിടെ സൈഡിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ചെങ്ങിൻ്റെ ചേച്ചിയാണെങ്കിൽ വെറുതെ ഒളുങ്ങിന്ന് കേൾക്കണ്ട, നിനക്കെല്ലാം കേൾക്കാണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഒന്നും കേട്ടില്ല എന്നുള്ള രീതിയിൽ കയറി ചെല്ലുന്നുണ്ട്. പാരൻസിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിന് ചെങ്ങിന് എന്തോ അർജൻറ്റായിട്ടുള്ള കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് ഷീഷോ അങ്ങനെയാണ്. അവനിപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ആരോ വരുന്നുണ്ട്. അപ്പം ജിയാങ്ങായിരിക്കും വന്നതെന്ന് എഴുതിയിട്ട് അവൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് ജിയാങ്ങായിരുന്നില്ല, ചെങ്ങുമായിരുന്നു. ചെങ്ങുവിനെ കാണുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ചിരി മായുന്നുണ്ട്. അപ്പോൾ ചെങ്ങു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്നെ കണ്ടപ്പോൾ അതിൻ്റെ സന്തോഷം പോയല്ലോ, നീ എന്താ ചെങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നോ അതോ യൂയിനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഷീഷോ അങ്ങനെ ഡൗട്ട് വരുന്നുണ്ട്, യൂയി എൻ്റെ എക്സ് ആയിരുന്നു എന്നുള്ള കാര്യം ഇവ മനസ്സിലാക്കിയോ എന്ന്. അങ്ങനെ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്കതെങ്ങനെ അറിയാമെന്ന്. ആ സമയം അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ അതെങ്ങനെയെന്നൊന്നും ചോദിക്കണ്ട, ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ സംസാരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയം ഷീഷോ അങ്ങനെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതുപോലെ എനിക്ക് ജിയാങ്ങിനെ ഇഷ്ടമാണ്, സോ നീയാണെങ്കിൽ എന്നെ അവനെ സെറ്റാക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഷീഷോ അങ്ങ് ഇല്ല, ഒരിക്കലും ഹെൽപ്പ് ചെയ്യത്തില്ല, നീ ഒരു വൃത്തിയുടെ ചെക്കനാണ്, നിനക്കാണെങ്കിൽ കുറേ പേരുമായിട്ട് ബന്ധമുണ്ട്, ഒരിക്കലും ഞാനാണെങ്കിൽ എൻ്റെ മാസ്റ്ററേയും നിന്നെയും നമ്മൾ സെറ്റാക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണോ ജിയാങ് ഷീഷോ അങ്ങനെ യൂയിൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാനുള്ള ആ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്ത് തുടങ്ങിയത്, അപ്പം തൊട്ട് ജിയാങ്ങിനെ അവൻ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മാസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങു ആണെങ്കിൽ മാസ്റ്ററോ, നീ എന്തിനാ അവനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്, ഓ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നീ ഈ ചെയ്ത് കൂട്ടുന്നതിൻ്റെ എല്ലാം പ്ലാൻ പറഞ്ഞു തരുന്നത് അവനാണല്ലേ, ഞാനെങ്ങാനും ഇത് ചെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ എന്താവും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഷീഷോ അങ്ങ് നീ പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചെങ്ങു അതിനെന്താ നിനക്ക് എത്ര ഉറപ്പ്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ള രീതി തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഷീഷോ അങ്ങനെ ഇതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് തന്നെയും ജിയാങ്ങിനെ സെറ്റാക്കാനാണ് ഇവൻ്റെ പ്ലാൻ. എന്നാൽ ഷീഷോ അങ്ങ് ഇതിലൊന്നും വീഴുന്നില്ല. അതേ ടൈമിലാണ് ജിയാങ് വരുന്നത്. അവനാണെങ്കിൽ ചെങ്ങു അവിടെ ഇരിക്കുന്നത് കാണാതെ ഷീഷോങ്ങിൻ്റെ അടുത്ത്, ഓ എൻ്റെ കഴുത്ത് നല്ല വേദനിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയം ചെങ്ങു എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് എനിക്ക് പിന്നെ മസാജ് പാർലറിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയാണ്. പെട്ടെന്ന് അവനെ കാണുമ്പോഴത്തേക്കും ജിയാങ് നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ, വാ നിനക്കാണെങ്കിൽ കഴുത്ത് വേനയല്ലേ, ഞാൻ നിന്നെ ഒരു പുതിയ മസാജ് പാർലർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോകത്തില്ല എന്ന് പറയുന്നതും ഉടനെ തന്നെ ചെങ്ങുവാണെങ്കിൽ ജിയാങ്ങിനെ മാസ്റ്റർ എന്ന് ഷീഷോങ് വിളിക്കും പോലെ വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് ജിയാങ്ങിന് മനസ്സിലാവുന്നുണ്ട് ചെങ്ങുവിന് സത്യങ്ങളെല്ലാം മനസ്സിലായിന്ന്. അതേസമയം ഇവന് സത്യങ്ങൾ മനസ്സിലായെങ്കിലും ഒരു പേടിയില്ലാതെ നമ്മുടെ ഷീഷോങ് ഇരിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്ലാൻ പൊളിഞ്ഞു കഴിഞ്ഞാൽ പണിയാവുമെന്ന് നമ്മുടെ ജിയാങ്ങിന് നന്നായിട്ട് അറിയാം. ചെങ്ങു അതിൻ്റെ ഇടയിൽ ഇതെങ്ങാനും ഞാൻ ചെങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ രണ്ടുപേരിലും ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണി വരാമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിയാങ്ങിന് അറിയാം ഈ പ്ലാൻ പറഞ്ഞു കൊടുത്താൽ അവനായിരിക്കും ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ട് വാ വാ നമുക്ക് ഒരുമിച്ച് മസാജ് പാർലറിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ മസാജ് പാർലറിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രണ്ടുപേർക്കും മസാജ് ചെയ്ത് കൊടുക്കാൻ സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ജിയാങ്ങിന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ആളെടുത്ത് ജിയാങ് ആ സമയം ചോദിക്കുന്നുണ്ട്, മസാജ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോയെന്ന്. ആ സമയം അയാൾ അതിനെന്താ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ ചെങ്ങുവാണെങ്കിൽ അയാൾക്ക് ചെറുതായിട്ടൊന്ന് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ആ സമയം കാര്യം മനസ്സിലായിട്ട് അയാളാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം, അത് നീയാണെങ്കിൽ ഒന്ന് ചെങ്ങുവിന് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്നൊന്നും ആലോചിക്കുന്നില്ല, ജിയാങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചെങ്ങുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്ന പോലെ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് അയാൾ എങ്കിൽ പിന്നെ ഞങ്ങൾ പുറത്ത് നിൽക്കാമെന്നും പറഞ്ഞിട്ട് ചെങ്ങുവിനും ജിയാങ്ങിനും മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നവർ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജിയാങ് ആണെങ്കിൽ ഒന്നും ആലോചിക്കുന്നില്ല, ചെങ്ങുവിനാണെങ്കിൽ നോർമലായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ടൈമിന് ജിയാങ് എന്തോ പെട്ടെന്ന് ചെങ്ങുവിനെ തന്നെ നോക്കിയിരുന്നു പോകുന്നുണ്ട്. ചെങ്ങുവും ജിയാങ്ങിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെ ജിയാങ് ഇവനെ കാണാൻ എന്ത് ഭംഗിയാ, ഞാൻ അവനെ സ്നേഹിച്ച് പോകും എന്നൊരു സിറ്റുവേഷനിലായിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ചെങ്ങുവിനുള്ളത്. അവനും ജിയാങ്ങിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ആക്ച്വലി ശരിക്കും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജിയാങ് റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരുന്നത്. എന്നിട്ട് അവൻ പെട്ടെന്ന് മസാജ് ചെയ്ത് നിർത്തിയിട്ട് ഇനി ഞാൻ നിനക്ക് മസാജ് ചെയ്ത് തരത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങു അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, നീ തന്നെയല്ലേ നിൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നത്, നീ വേണമെങ്കിൽ നിൻ്റെ ബെഡിലോട്ട് തിരിച്ചു പോയി കിടക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിയാങ് എഴുന്നേറ്റ് പോയി കിടക്കുന്നുണ്ട്. അവൻ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ഞാനിപ്പോൾ എന്തൊക്കെയാണ് വിചാരിച്ച് കൂട്ടിയെന്ന്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ചെങ്ങാണെങ്കിൽ ഷീഷോ അങ്ങനെ ആ പാമ്പിനെയൊക്കെ വിറ്റ വാങ്ങെന്ന് പറഞ്ഞ അയാളെ കാണാനായിട്ട് പോവാണ്. അയാളുടെ അടുത്ത് അവനാണെങ്കിൽ ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് നിന്ന് നിങ്ങളാണെങ്കിൽ കുറേ പാമ്പുകളെ വാങ്ങുക, എന്നിട്ട് അതിനെ വളർത്ത്, നിങ്ങളാണെങ്കിൽ അത് വെച്ചിട്ട് വളർത്തിയിട്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം ഇയാൾക്കാണെങ്കിൽ ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ അനുസരിച്ച് നിൽക്കാനായിട്ട് തീരെ താല്പര്യമില്ല. എന്നാൽ ചെങ്ങിനെ പേടിയുള്ളതുകൊണ്ടാണ് ഇയാളാണെങ്കിൽ ചെങ്ങ് പറയുന്നതൊക്കെ അനുസരിക്കുന്നതും. അതേസമയം അയാളാണെങ്കിൽ എൻ്റെ വിധി എന്ത് കഷ്ടവാദിയോമേ, ഇവർ പറയുന്ന പാമ്പിനെ
വാങ്ങുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇതാണോ എൻ്റെ അവസ്ഥ? പിന്നീട് കാണിക്കുന്നത് യൂയിയാണ് ചെങ്ങിനെയും അവൻ്റെ അമ്മേനെയും അവിടെ അടുത്തുള്ള ഏതോ ഒരു സ്ഥലത്ത് വിളിച്ച് വരുത്തിയിരിക്കുന്നതാണ് ഫുഡ് കഴിക്കാനായിട്ട്. ചെങ്ങിൻ്റെ അമ്മ ഫുഡ് കഴിക്കുന്നില്ല, ചെങ്ങും യൂയിയും മാത്രമാണ് ഫുഡ് കഴിക്കുന്നത്. എന്നാൽ ചെങ്ങിൻ്റെ പാമ്പാണെങ്കിൽ അവിടെയുള്ളൊരു കുഞ്ഞു ബോക്സിൽ നമ്മുടെ യൂയിയുടെ തൊട്ടടുത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യൂയിക്ക് ആ സാധനത്തിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. ഇവർക്ക് കഴിക്കാനായിട്ടും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതൊന്നും അവൾ പുറത്ത് കാണിക്കുന്നില്ല, കാരണം കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആ ഒരു ടൈമിന് ചെങ്ങിൻ്റെ അമ്മ യൂയിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമുക്കിവിടെ വേണ്ടായിരുന്നു, ഈ സ്ഥലം ഭയങ്കര ചൂടാണെന്ന്. ആ സമയം യൂയി പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഇങ്ങോട്ട് വിളിച്ചത് എൻ്റെ വീട് ഹൈവേയുടെ അടുത്താണ്, അവിടെയാണെങ്കിൽ ഭയങ്കര നോയ്സാണ് രാത്രി മൊത്തം, എനിക്ക് തന്നെ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ചെങ്ങിൻ്റെ അമ്മ അത് കേട്ടിട്ട്, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ഇത്രയും കഷ്ടപ്പെടണ്ട, നീയാണെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എത്ര കാലമൊന്നും പറഞ്ഞ് നീ ഒറ്റയ്ക്ക് താമസിക്കും, നിനക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവേണ്ടതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവൻ എനിക്ക് വയറ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ ചെങ്ങിൻ്റെ അമ്മ യൂയിയുടെ അടുത്ത്, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഇങ്ങനെ അങ്ങോട്ടേക്ക് ചുമ്മാ ഓടി കഷ്ടപ്പെടണ്ട, നീ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവളാണെങ്കിൽ എങ്കിൽ ഓക്കെ അമ്മ, ഞാൻ ചെങ്ങിനെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ചെങ്ങിനായിട്ട് അവൻ്റെ റൂമിൽ സോഫയിൽ ഇരിക്കുന്നതാണ്. ആ സമയം യൂയി ആണെങ്കിൽ ഇവനെ വശീകരിക്കാൻ കണക്കിന് ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ യൂയി ആണെങ്കിൽ അവിടെ കിടന്ന് അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, കൈയിട്ട് വീശുന്നു, എന്തൊക്കെ ചെയ്തിട്ടും ഒരു മൈൻഡും ഇല്ല. ഇവനാണെങ്കിൽ അതേസമയം നമ്മുടെ ഷീഷോങ്ങിൻ്റെ ഫോട്ടോ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ മൈൻഡ് പോലും ഇല്ലയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും യൂയി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട്, നീ എന്താ നോക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ ഞാൻ എൻ്റെ പാമ്പിനെ ഇന്ന് പുറത്ത് കൊണ്ടുപോയില്ല, ഞാൻ അത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പാമ്പിനെയും കയ്യിലെടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം ചെങ്ങിൻ്റെ അമ്മയ്ക്ക് ഷീഷോങ് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. എന്തോ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. അവനിട്ട മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൻ്റെ അടുത്ത് എന്നെ ശല്യം ചെയ്ത് നിർത്താൻ പറയും, ഞാനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പയ്യനാണ്, ഞാനാണെങ്കിൽ ഗേ ഒന്നും അല്ല എന്നൊരു രീതിയിൽ അവനിങ്ങനെ മെസ്സേജ് ഇട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ഇങ്ങനെയൊക്കെ മെസ്സേജ് വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ ചെങ്ങിന് യൂയിയുടെ അടുത്ത് ഇഷ്ടം ഉണ്ടാകത്തില്ല, അവനൊരു പയ്യനെയാണ് ഇഷ്ടം, അവന് പയ്യന്മാരോടാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അമ്മ ഇവർ തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്യും. അങ്ങനെ എന്തിനു സംഭവിക്കുമെന്ന് കരുതിയിട്ടായിരിക്കണം അവൻ അങ്ങനെ ഒരു മെസ്സേജ് ഇപ്പം അയച്ചത്. എന്തായാലും ആ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേക്കും ഉടനെ തന്നെ യൂയിനെ കോൾ ചെയ്യുന്നുണ്ട്. യൂയി അപ്പോൾ എന്താ അമ്മ കാര്യം എന്ന് വയ്ക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഉറങ്ങാനായിട്ട് കിടന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. യൂയി അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ആ സമയം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ചെങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിന് പോകും, നീയാണെങ്കിൽ അവൻ്റെ കൂടെ പോയിക്കോ, ഞാനും അവൻ്റെ അച്ഛനും ബിസിനസ് ട്രിപ്പിന് പോയ ടൈമിനാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൾ, അതിനമ്മ ഞാനും അവനും ഇതിനായിട്ട് കല്യാണം കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നാൽ മതി, നമുക്ക് തിരിച്ചു വന്നിട്ടായാലും നിങ്ങളുടെ കല്യാണം നടത്താം, എന്തായാലും നിങ്ങളാണെങ്കിൽ ഒന്ന് ഒരുമിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു ഇവൾക്കും വേണ്ടത്. ഇവളാണെങ്കിൽ ഓക്കെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം യൂയി ആണെങ്കിൽ ഒന്നുകൂടെ ചെങ്ങിനെ നോക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൻ്റെ പാമ്പിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ ജിയാങ് പേഷ്യൻസിനെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് അവൻ നോക്കുമ്പോഴത്തേക്കും ഷീഷുവാങ് അവിടെ ഇരുന്നിട്ട് അവൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ ആ പാമ്പിൻ്റെ മുട്ടകളെയൊക്കെ വിറ്റും പാമ്പുകളെ വളർത്തിയും അതിനെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം അവൻ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുമ്പോൾ, ആ റിച്ചായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പൈസയൊക്കെ എളുപ്പത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷുവാങ്, അതിന് ഇതും ചെങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് ഞാനായിട്ട് ചെയ്ത് പാമ്പിനെയൊക്കെ വളർത്തി ഉണ്ടാക്കിയ പൈസയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ്, എന്തൊക്കെയായാലും അതിലുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് ചെങ്ങല്ലേ, അപ്പോൾ ഇതിൽ അവനും പങ്കുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീയാണെങ്കിൽ അവന് എന്തെങ്കിലും തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഷീഷുവാങ് അപ്പോൾ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനുള്ള പൈസ, അടുത്ത് പാമ്പിനെ വാങ്ങാനുള്ള പൈസ, അടുത്ത് വേറെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടി 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 വന്നപ്പോഴത്തേക്കും ലാസ്റ്റ് അവൻ്റെ കയ്യിൽ ഒരു 50,000 രൂപയോളം ബാക്കിയുണ്ട്. ആ സമയം അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും, എനിക്ക് അത്രയും രൂപയ്ക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അത് പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ, ഞാൻ വേറെ ജോലിയൊന്നുമില്ല നിൽക്കുകയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ ഓക്കെ, നിൻ്റെ ലിവിങ് എക്സ്പെൻസ് വിട്ടിട്ട് ബാക്കി പൈസ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു 5,000 രൂപ കാണുമെന്ന് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ എങ്കിൽ പിന്നെ അത് ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഷീഷോങ് കൊണ്ട്, ഇല്ല പറ്റത്തില്ല, അടുത്ത മാസം അമ്മയുടെ ബർത്ത്ഡേ, അപ്പോൾ അമ്മയ്ക്ക് ഒരു 2,000 രൂപയോളം ചിലവാകും, പിന്നെ ഒരു 3,000 രൂപയേ ഉള്ളൂ, അതിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് ജിയാങ് അതിലെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ്, അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ആ പൈസയും ചിലവായി പോകുമല്ലോ, ബാക്കി ഒരു 50 രൂപയായിട്ട് വരും, ഒരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിൽ അവന് വീണ്ടും മുട്ടായി വല്ലതും ഉണ്ടാക്കി കൊടുത്താൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ്റെ ഈ പിശുക്ക് കണ്ടിട്ട് ജിയാങ് പറയുന്നുണ്ട്, നീ എന്തുവാടാ ഇങ്ങനെ,
പറയണേ, അവ ഇന്നലെ നിനക്ക് ഒരു ബോക്സ് നിറച്ച് സിഗരറ്റ് അയച്ചു തന്നു, അതിന് തന്നെ 30,000 രൂപയോളം ഉണ്ടെന്ന് പറയാണ്. ആ സമയം പെട്ടെന്ന് ശിശു അങ്ങ് നീ എന്തായാലും സിഗരറ്റിൻ്റെ കാര്യം പറഞ്ഞ് നന്നായി, ഒരു കാര്യം ചെയ്യാം, അവ എനിക്ക് വാങ്ങിച്ചു തന്നതിൽ ഒരു ബോക്സ് സിഗരറ്റ് നമുക്ക് വിൽക്കാം, എന്നിട്ട് ആ പൈസയ്ക്ക് സിഗരറ്റ് കുറ്റിയൊക്കെ ഇങ്ങനെ വലിച്ചതിന് ശേഷം വെക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ട്രേ അവന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെയ്യാം അങ്ങ് ആ ഒരു കാര്യം ചെയ്യുക, ആ ട്രേ നീ വാങ്ങുക, അതിട്ടെങ്കിൽ നിൻ്റെ തലക്കിട്ട് തന്നെ തരും, നീയാണെങ്കിൽ ആ കണക്കെഴുതിയ ബുക്ക് ഇങ്ങ് തന്നെ ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അത് വാങ്ങുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും 1,00,000 രൂപയോളം ബാക്കിയുണ്ടായിരുന്നു ഇവൻ പറഞ്ഞത് വെച്ചിട്ട്. അപ്പോൾ ജിയ അങ്ങ് ദേ ഈ 1,00,000 രൂപയോളം ബാക്കി വരുമല്ലോ, നീയല്ലേ പറഞ്ഞത് വെറും 5,000 രൂപ വരവുള്ളൂ എന്ന്, ഈ 1,00,000 രൂപയ്ക്ക് എന്തെങ്കിലും അവന് വാങ്ങിച്ചു കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും ഇല്ല, ആ പൈസ ഞാൻ ചിലവാക്കത്തില്ല, അതെൻ്റെ പേഴ്സണൽ സേവിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് ശീശു അങ്ങ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ജിയ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ഇവ ഒടുക്കത്തെ പിശുക്കാണ്, പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ശീശു അങ്ങ് അവൻ്റെ റൂമിൽ ഇരുന്ന് എന്തൊക്കെയോ വായിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് വരുന്നു എന്നിങ്ങനെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഉടനെ തന്നെ അവനാണെങ്കിൽ എഴുന്നേറ്റ് അവൻ്റെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ട് അവിടെ സൈഡിലൊരു കസേരയെ കയറിയിട്ട് ഭയങ്കര ആളെ പോലെ ഇരുന്ന് ഭയങ്കര വായനയാണ്. ആ സമയം ചെങ്ങ് കയറി ഇരുന്നുണ്ട്. ചെങ്ങിനെ കാണുന്നവൻ പെട്ടെന്ന് നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നതും ചെങ്ങ് ഞാൻ വരും എന്നുള്ള കാര്യം നിനക്ക് അറിയാമായിരുന്നല്ലോ, അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഇങ്ങനെ ഭയങ്കര ഹോട്ടായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കയറിയിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ശീശുവാണെങ്കിൽ ഇത് ആൾക്കാർക്ക് ഫ്രീഡം ഉള്ള സ്ഥലമാണ്, ഇഷ്ടമുള്ള ധരിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ആളെ പോലെ ഇരിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ നിന്നെ വളയ്ക്കാനായിട്ടുള്ളൊരു ഐഡിയ എനിക്ക് പറഞ്ഞു തരാൻ പറയുമ്പോൾ ശീശു ആണെങ്കിൽ നിനക്ക് നാണം ഇല്ലേടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് തീരെ നാണം ഇല്ല, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശീശു അങ്ങനെ പിടിച്ച് വെച്ച് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശീശു ആണെങ്കിൽ കുടുങ്ങും, ഇവൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്നൊരു സിറ്റുവേഷൻ വരുന്നതും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ എടുത്തു തരാം, നീ എന്നെ വിടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ അവൻ്റെ അടുത്തുനിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഗിഫ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞത് ചെങ്ങ് തീരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശീശു അങ്ങ് ഒരു ബോക്സ് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ശരിക്കും ഗിഫ്റ്റ് ഉണ്ടോ എന്നൊരു രീതിയിൽ ചെങ്ങാണെങ്കിൽ ശീശു അങ്ങനെ നോക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അയ്യേ ഈ ചെറിയ സാധനമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ശീശു അങ്ങ് വേണ്ടെങ്കിൽ തിരിച്ചു തരാൻ പറയുമ്പോൾ ചെങ്ങ് ഇല്ല നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അത് പുറത്തെടുക്കുന്നുണ്ട്. അതാണെങ്കിൽ ഒരു ബെൽറ്റ് ആയിരുന്നു, അതാണെങ്കിൽ സ്ട്രോങ് ആണോ കട്ടിയുണ്ടോ എന്നൊക്കെ ഇവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ശീശു അങ്ങിൻ്റെ അടുത്ത് ഇത് ശരിക്കും ഒറിജിനൽ ബ്രാൻഡിൻ്റെ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ഇത് സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് എന്തായാലും നന്നായി, ഞാൻ ഇതിനായിട്ട് ഒരു ഫേക്ക് സാധനം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ശീശോങ്ങിൻ്റെ അടുത്ത് ആ ബെൽറ്റ് അവൻ്റെ പാൻറ്റിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശീശോങ് അത് ഇട്ട് കൊടുക്കുന്ന ടൈമിന് ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ചെങ്ങാണെങ്കിൽ ഇവനെ കിസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഇതേ ടൈമിന് ശീശോങ് ആണെങ്കിൽ അതെങ്ങനെയൊക്കെ ഇടാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല, അവനാണെങ്കിൽ ആ ബെൽറ്റിൽ വലിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് പെട്ടെന്ന് അവനെ അടുത്തേക്ക് വലിച്ചിട്ട് ആ ഒരു ബെൽറ്റ് അങ്ങ് ഊരിയെടുക്കുകയാണ്. എന്നിട്ട് അതാണെങ്കിൽ ശീശോങ്ങിൻ്റെ കഴുത്തിൽ കൂടി ഇട്ടിട്ട് ഇതിന് നല്ല ബലമുണ്ട്, എന്തായാലും ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ശീശോങ്ങിനെ കിസ് ചെയ്യാൻ കണക്കിന് അവനെ ബെഡിലേക്ക് കൊണ്ടിടുന്നുണ്ട്. ശീശോങ് അപ്പോൾ മാറി നിൽക്കട എന്നെ വിടടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിടന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും വർക്കാവുന്നില്ല. ആ സമയത്ത് പിന്നെ എന്താ സംഭവിച്ചത് നമ്മളെ കാണിക്കുന്നില്ല. മിക്കവാറും ശീശുവാങ്ങിനെ ചെങ്ങ് പിടിച്ച് കിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ചെങ്ങാണെങ്കിൽ അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ശീശുവാങ്ങിൻ്റെ കൂടെ അവൻ്റെ ബെഡിൽ കയറി കിടക്കുന്നതാണ്. ആ സമയം ചെങ്ങാണെങ്കിൽ ശീശുവാങ്ങിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുന്നുണ്ട്. ആ സമയം ശീശുവാങ്ങ് ഒന്ന് മര്യാദയ്ക്ക് കിടക്കാൻ പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ എന്നെ നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് നീ സമ്മതിക്കുന്നില്ല, അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ വിശാലമായിട്ട് ഈ ബെഡിലൊന്ന് കിടക്കെങ്കിലും ചെയ്യട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശീശുവാങ്ങ് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനത്തിൽ കിടക്കാൻ സമ്മതിക്കുന്നില്ല. ആ സമയം ചെങ്ങാണെങ്കിൽ ഞാൻ നാളെ ഒരു ബിസിനസ് ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശീശു അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തായാലും നന്നായി, ഒരു 4-5 ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് ചെങ്ങ് യുയും എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ശീശു അങ്ങ് ഒരുമാതിരി ആവുന്നുണ്ട്. അവനാണെങ്കിൽ എന്തായാലും നന്നായി, നിങ്ങൾ രണ്ടുപേരും വെക്കേഷന് പോകാമെന്ന് കരുതിയിട്ട് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ദേഷ്യത്തിൽ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ചെങ്ങ് ശീശു അങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ദേഷ്യമാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ചെങ്ങ് അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ചെന്നിട്ട് എന്ത് പറ്റി ദേഷ്യമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശീശു അങ്ങ് ഞാനെന്തിനാ ദേഷ്യം കാണിക്കുന്നത്, ദേഷ്യം കാണിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് എങ്കിൽ പിന്നെ എന്നെ ഒന്ന് നോക്കാൻ പറയുമ്പോഴത്തേക്കും ശീശു അങ്ങ് നിന്നെ നോക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ ശീശു അങ്ങനെ അവൻ്റെ നേർക്ക് തിരിച്ച് കടത്തിയിട്ട് ശീശു അങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് വേറെ ആര് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ നീ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ എന്തോ പെട്ടെന്ന് ടെൻഷനായിപ്പോവും, അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, കാരണം ഞാനാണെങ്കിൽ നീ പറയുന്ന എന്തോ ആ സിറ്റുവേഷനിൽ ചെയ്തു പോകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ശീശു ഓക്കെ എനിക്ക് ദേഷ്യമില്ല എന്നൊരു രീതി ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ശീശു അങ്ങാണെങ്കിൽ ഒരുമാതിരി വിഷമിച്ച് ഇറങ്ങി വരുന്നതാണ്. അത് കാണുമ്പോഴത്തേക്കും ജിയ അങ്ങ് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശീശു അങ്ങ് അത് പിന്നെ ചെങ്ങാണെങ്കിൽ 3-4 ദിവസത്തേക്ക് ഒരു ബിസിനസ് ട്രിപ്പിന് പോവുകയാണ്, യുയും അവൻ്റെ കൂടെ പോകുന്നുണ്ടെന്ന് പറയാണ്. ജിയ അങ്ങ് കേൾക്കുമ്പോഴത്തേക്കും നീ ജലസാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് ഞാൻ ജലസൊന്നുമല്ല, ഞാൻ അവൻ്റെ അമ്മയ്ക്ക്
ഒരു മെസ്സേജ് ഇട്ടു. അത് കണ്ടോടനെ തന്നെ അവരാണെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചു യൂയിനെയും അവൻ്റെ കൂടെ വിട്ടാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ്. ആ സമയം ജിയാങ് അപ്പോൾ നീ ഇതിൻ്റെ ഇടയിൽ യൂയിനെ മാത്രമല്ല ഷീഷോങ്ങിൻ്റെ അമ്മേരെയും ഉപയോഗിച്ച് പ്ലാൻ നടത്തുന്നുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതെ, ഇതെന്തായാലും ഇപ്പം ഇങ്ങനൊരു ബിസിനസ് ട്രിപ്പ് വന്നാൽ നന്നായി. കാരണം എന്തായാലും ചെങ്ങും യൂയിയും ഒരുമിച്ച് താമസിക്കുമ്പോൾ ചെങ്ങിൻ്റെ പാമ്പിനെ കണ്ട് യൂയി നല്ലപോലെ മടുക്കും. ലാസ്റ്റ് അവൾ ആ പാമ്പിനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ചെങ്ങ് അവളെ താനെ ഒഴിവാക്കി വിട്ടോളും. അതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനായിട്ട് ചെയ്ത കാര്യമാണ്. അല്ലാതെ എനിക്ക് ജലസൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കടയുടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആക്ച്വലി അവന് നല്ല ജലസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വരണമെന്ന് അവന് തീരെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പുറത്തിറങ്ങിയ ഉടനെ തന്നെ എടാ ചെങ്ങെ നേരെ ഇട്ടിട്ട് പോവുമല്ലേ എന്നൊരു രീതിയിൽ ഷീഷോങ് പറയുന്നുണ്ട്. അടുത്ത് ചെങ്ങിനെ കാണിക്കുമ്പോൾ അവൻ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ കാറിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ആസിം അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് ഈ റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, യൂയി പറഞ്ഞതനുസരിച്ചാണ് ബുക്ക് ചെയ്തത്. ഇനി യൂയിയുടെ കൂടെ നിനക്ക് ബെഡിൽ കിടക്കാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ സോഫയുണ്ട്, നീ അവിടെ കിടന്നോളാം. ഇത് കേൾക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്കാണെങ്കിൽ എന്നെ നന്നായിട്ട് അറിയാമല്ലോ എന്ന്. അതേ ടൈമിന് തന്നെ നമ്മുടെ ഷീഷോങ് ആണെങ്കിൽ അവൻ്റെ പാമ്പ് അവൻ്റെ അച്ഛൻ വച്ചിരിക്കുവാണ് എന്നൊരു കാര്യം അന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ അതാണെങ്കിൽ ഇവൻ്റെ അസിസ്റ്റൻറ്റും പറഞ്ഞു കൊടുത്തതാണെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം അതിനെ പറ്റിയിട്ട് ചെങ്ങ് ചോദിക്കുന്നുണ്ട്. ആ സമയം അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട് ഞാനായിട്ട് പറഞ്ഞല്ല, അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന്. ചെങ്ങ് അപ്പോൾ പറയുന്നുണ്ട് ഇനി അതിനെ പറ്റിയിട്ട് അവൻ ചോദിക്കുവാണെങ്കിൽ നീ പറയാൻ പോകണ്ട, കാരണം അവൻ ടെൻഷൻ ആവണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ലാന്ന്. അതിനുശേഷം ആ ഒരു ബിസിനസ് ട്രിപ്പിലുള്ള സ്ഥലത്ത് ഇവരെത്തുന്നുണ്ട്. ഏത് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് അങ്ങോട്ടേക്ക് അവർ ചെല്ലുന്നുണ്ട്. ചെങ്ങ് റൂമിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി യൂയി അവിടെ ഉണ്ടായിരുന്നു. ചെങ്ങാണെങ്കിൽ കാറിലാണ് ട്രാവൽ ചെയ്ത് ഇത്രയും ദൂരം വന്നത്. എന്നാൽ യൂയി മേ ബി ഫ്ലൈറ്റിൽ വല്ലതും ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും ചെങ്ങ് അവിടെ എത്തുമ്പോഴത്തേക്കും യൂയി ആണെങ്കിൽ ഭയങ്കര ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ അടുത്ത് വശീകരിക്കാൻ കണക്കിന് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ കൂടെ ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റും കയറി വന്നത് ഇവൾ കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് അയാളെ കാണുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ ചെന്ന് ഓടി ഒളിച്ചിരിക്കുന്നുണ്ട്. അവനും പെട്ടെന്ന് അയ്യോ ഞാൻ ഒന്നും കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ അവൻ പോയി കഴിയുന്നതും അവളാണെങ്കിൽ ചെങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് അവൻ്റെ കയ്യിൽ അവൻ്റെ പാമ്പ് ഇരിക്കുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അതിനെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ആ ഒരു പേടി പുറത്ത് കാണിക്കാതെ നീയാണെങ്കിൽ ഇതിനെ കൂടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവനപ്പോൾ ഞാൻ കാറിലാണ് വന്നത്, അതുകൊണ്ട് ഇവനെയും കൂടെ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ എന്നിട്ട് കുളിച്ചിട്ട് നേരത്തെ ഇട്ടുന്നതിനേക്കാളും ചെറിയ ഡ്രസ്സ് ഇട്ടാണ് വരുന്നത്. എന്നാൽ അവൾ ഭയങ്കര കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ചെങ്ങ് ഓൾറെഡി ഉറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്ലാനൊന്നും വർക്കാവില്ല എന്ന് മനസ്സിലായിട്ട് അവൾ പോയി കിടക്കുന്നുണ്ട്. എന്നാൽ കിടക്കുമ്പോഴാണ് അവളുടെ ദേഹത്തേക്ക് ആ പാമ്പ് കയറി വരുന്നത്. പെട്ടെന്ന് അതിനെ കാണുന്നതും ഇവൾ അലറി വിളിച്ചെണീക്കുന്നുണ്ട്. അവനും എണീറ്റിട്ട് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും പാമ്പിനെ പേടിയാണെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം ആദ്യം തൊട്ടേ അവൾക്ക് പാമ്പിനെ ഇഷ്ടമാണ് എന്നൊരു രീതി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ ഒരു പേടി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവനെ കയറി ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ ആ സമയം ആ ഒരു പാമ്പിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ട് അവളോട് തുറങ്ങാനായിട്ട് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ആ പാമ്പിനെ കൈ വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് അവളാണെങ്കിൽ ആ പാമ്പിനെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ എന്തായാലും നിന്നെ കൊല്ലൂന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷീഷോങ് പുതിയ പാമ്പുകളെ വാങ്ങാനായിട്ട് ഒരു കടയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ പാമ്പുകളെയൊക്കെ കാണുമ്പോൾ അത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലായിട്ട് അവനാണെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റ് ആ കടക്കാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവന് പാമ്പുകളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും. ഈ ഇരിക്കുന്ന പാമ്പുകളൊന്നും വിറ്റ് പോകത്തില്ല എന്ന് മനസ്സിലാകുമ്പോൾ അയാളാണെങ്കിൽ എങ്കിൽ പിന്നെ വില കൂടിയൊരു ടൈപ്പ് പാമ്പിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാമ്പിനെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവനാണെങ്കിൽ ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് അയാളടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളിത് കാട്ടിൽ നിന്നെല്ലാം പിടിച്ചാണെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ചത്തു പോകത്തില്ലേ, ഞാനിത് നിങ്ങൾ വളർത്തിയതാണെന്ന് എങ്ങനെ ഉറപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ സത്യമായിട്ടും ഇത് ഞാൻ വളർത്തിയ പാമ്പാണ്, ഇത് ശരിക്കും വളർത്തി അവിടുന്ന് കൊണ്ടുവന്ന പാമ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാളെന്തോ കള്ളത്തരം പറയുന്നുണ്ടെന്ന് അവനും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഞാൻ ഇത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ആ കടക്കാരൻ അവനെ തിരിച്ച് വിളിച്ചിട്ട് ശരി എന്താ സത്യമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ ചെങ്ങിൻ്റെ പാമ്പാണ്. നമ്മൾ മുമ്പേ കണ്ടതാണ് ചെങ്ങിൻ്റെ അച്ഛൻ ആ പാമ്പുകളെ എവിടേക്കോ കൊണ്ട് വെക്കുന്നുണ്ടെങ്കിലും ആ പാമ്പുകളെ നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ ചെങ്ങിൻ്റെ അച്ഛൻ അറിയാതെ അതിനടുത്ത് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കര വില കൂടി പാമ്പായതുകൊണ്ട് തന്നെ. സോ ആ കൂട്ടത്തിൽ വിറ്റ പാമ്പിൽ 1-2 ഈ കിടക്കുന്നത്. സോ ഇപ്പോൾ ഇയാൾ സത്യം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഷീഷോങ്ങിന് മനസ്സിലാവുന്നുണ്ട്. ഷീഷോങ് ആണെങ്കിൽ പിന്നീട് അത് ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ് ചോദിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യും, നീയാണെങ്കിൽ അവൻ്റെ പാമ്പിനെ 1-2 കണ്ടുപിടിച്ച കാര്യം എങ്ങനോട് പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് വേണ്ട, അത് അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനാണെങ്കിൽ എന്ത് ചെയ്തിട്ടും ബാക്കി പാമ്പുകളെയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവനും അവൻ്റെ അച്ഛനും തമ്മിൽ ശരിക്കും വലിയ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരുപക്ഷെ അവൻ്റെ പാമ്പുകളെ അവനെ തിരിച്ചു കിട്ടാത്ത രീതിയിൽ അവൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവനെ സീക്രട്ടായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് അവൻ്റെ പാമ്പുകളെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് ചോദിക്കുന്നുണ്ട് നീ ശരിക്കും അവനുമായിട്ട് ലവിലെങ്ങാനും ആയോ എന്ന്. ആ സമയം അവൻ അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ ജസ്റ്റ് അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജിയാങ്ങിന് ഡൗട്ട് വന്നിട്ട് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്,
കണ്ടിട്ട് തോന്നുന്നത് മിക്കവാറും നീ അവനായിട്ട് സെറ്റാവൂന്നാ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശീശു അങ്ങ് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് ശീശു അങ്ങ് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പ്ലാൻ ആണെങ്കിൽ ജിയാങ്ങിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പ്ലാൻ നമ്മളെ എന്താണെന്ന് കേൾപ്പിക്കുന്നില്ല. എന്തായാലും അത് കേട്ട് കഴിയുമ്പോൾ ജിയാങ് അതൊരു അടിപൊളി പ്ലാനാണെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ചെങ്ങിനാണെങ്കിൽ ഷീഷോങ് ഗിഫ്റ്റായിട്ട് ഒരു ബെൽറ്റ് വാങ്ങിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ജിയാങ് ഷീഷോങ്ങിൻ്റെ അടുത്ത് ചെങ്ങിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഷീഷോങ് എന്ത് വാങ്ങിച്ചു കൊടുക്കട്ടെ എന്നിങ്ങനെ ആലോചിച്ച് ഓരോ കടയുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അവനാണെങ്കിൽ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് കാണുന്നത്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് വാങ്ങണം എന്നറിഞ്ഞൂടാത്തതുകൊണ്ട് ഒരു ബെൽറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു സീനും കൂടെ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.